തൃശ്ശൂരിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾക്ക് ദാരുണാന്ത്യം എന്നൊരു സങ്കട വാർത്ത കൂടി വരുന്നുണ്ട്. വെള്ളിക്കുളങ്ങര ചായപ്പൻകുഴി സ്വദേശി സുബ്രൻ ആണ് മരിച്ചത്. വിവരങ്ങളുമായി സമീർ ബിൻ കരീമാണ് തൃശ്ശൂരിൽ നിന്ന് ചേരുന്നത്. സമീർ, ഇത്തരത്തിലുള്ള കാട്ടാനാക്രമണങ്ങൾ ആ മേഖലയിൽ നിന്ന് ഒരുപാട് വരുന്നുണ്ട്. ഇപ്പോൾ ഇത് വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ്. വിവരങ്ങൾ. സംസ്ഥാനത്ത് കാട്ടാനാക്രമണത്തിൽ വീണ്ടും ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി അതിരപ്പള്ളി റൂട്ടിൽ ചായപ്പൻകുഴി എന്ന് പറയുന്ന പ്രദേശത്താണ് കാട്ടാനാക്രമണം ഉണ്ടായിരിക്കുന്നത്. വെള്ളിക്കുളങ്ങര ചായപ്പൻകുഴി സ്വദേശി സുബ്രൻ എന്ന് പറയുന്ന 70-കാരനാണ് മരിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 5:30 ശേഷമാണ് ഈ കാട്ടാനാക്രമണം നടക്കുന്നത്. സുബ്രൻ വീട്ടിൽ നിന്നും പതിവ് പോലെ ചായ കുടിക്കാനായി സമീപത്തെ കവലയിലേക്ക് ജംഗ്ഷനിലേക്ക് ഇറങ്ങിയതായിരുന്നു. അങ്ങനെ ജംഗ്ഷനിന് തൊട്ട് സമീപമാണ് ഇവിടെ തമ്പടിച്ചിരുന്ന കാട്ടാന ആക്രമിക്കുകയായിരുന്നു, ചവിട്ടി കൊല്ലുകയായിരുന്നു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾ വ്യക്തമാക്കിയിട്ടുള്ളത്. തുമ്പിക്കൈ ഇല്ലാത്ത ഒരു കുട്ടിയാനടക്കമുള്ള സംഘമാണ് ഈ പ്രദേശത്ത് തമ്പടിച്ചിരുന്നത് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ പറയുന്നത്. ഈ വനം വകുപ്പ് ഓഫീസിന് ഏതാണ്ട് മീറ്ററുകൾ മാത്രം അകലെയാണ് ഇത്തരം ഒരു കാട്ടാനാക്രമണം എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. സുബ്രന്റെ മൃതദേഹം ഇപ്പോൾ ഉള്ളത് ചാലക്കുടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ്. ഈ സമീപത്ത് തന്നെ വനമേഖലയാണ്. സ്ഥിരമായി കാട്ടാന ഇറങ്ങുന്ന ഒരു പ്രദേശമാണ്. 24 നിരവധി തവണ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതുമാണ്. അങ്ങനെ സ്ഥിരമായി കാട്ടാനാക്രമണം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണെങ്കിൽ കൂടി ഇങ്ങനെ പലപ്പോഴായി നാട്ടുകാരൊക്കെ തന്നെ ലക്ഷ്യപ്പെട്ടു പോകുന്നതാണ് പതിവ്. മാത്രമല്ല ഈ സുബ്രൻ എല്ലാ ദിവസവും ഇത്തരത്തിൽ ചായ കുടിക്കാനായി രാവിലെ പോകുന്നതാണ്. അപ്പോഴും തന്നെ കാട്ടാനക്ക് മുന്നിൽ പെടാറുമില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഇന്ന് അപ്രതീക്ഷിതമായി കാട്ടാന ശ്രദ്ധയിൽപ്പെടാതിരിക്കുകയും അതൊരു മരണത്തിൽ കലാശിക്കുകയും ചെയ്തു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഹാഷ്മി, ക്രിസ്റ്റീന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.